Hello everyone. Let's today learn about infrasonic and ultrasonic sounds. വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സൗണ്ടിനെ ഓഡിബിൾ ആയിട്ടോ ഓഡിബിൾ അല്ലാതെയോ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഹ്യൂമൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ഏകദേശം 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ആ ഒരു റേഞ്ചിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിൽ സൗണ്ടിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായിട്ട് ഇൻഫ്രാ സൗണ്ട്, സബ്സോണിക് വൈബ്രേഷൻ അല്ലെങ്കിൽ സൗണ്ട്. ഈ ഒരു ഇൻഫ്രാ സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി ലെസ് ദാൻ ദി ലോവർ ലിമിറ്റ് ബിലോ ദ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് 20 ഹെർട്സിൽ താഴെ. ശേഷം സോണിക് വൈബ്രേഷൻ ഓർ ഓഡിയോ വൈബ്രേഷൻ ആണുള്ളത്. അതായത് സൗണ്ട് ഓഫ് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ 20 കിലോ ഹെർട്സ്, 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. ഈ ഒരു ഭാഗമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അൾട്രാസോണിക് വൈബ്രേഷൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, ഈ ഒരു ഭാഗം എന്നത് സൗണ്ട് ഓഫ് ഫ്രീക്വൻസീസ് എബവ് ദി അപ്പർ ലിമിറ്റ് ഓഫ് ഹിയറിംഗ്, 20 കിലോ ഹെർട്സിൻ്റെ മുകളിലേക്കുള്ള ഒരു ഫ്രീക്വൻസി. ഇനി അടുത്തതായിട്ട് സൂപ്പർസോണിക് സൗണ്ട്, വിച്ച് ഇസ് നോട്ട് ഓഡിബിൾ വൈബ്രേഷൻ ഓർ സൗണ്ട്. ആ ഒരു ഭാഗം കേൾക്കാൻ സാധിക്കില്ല. ഫ്രീക്വൻസീസ് ഓഫ് സൗണ്ട് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റും കടന്ന മുകളിലേക്കുള്ള ഫ്രീക്വൻസി. ഇതിൽ തന്നെ ഈ സബ്സോണിക് റേഞ്ചും സൂപ്പർസോണിക് റേഞ്ചും ഹ്യൂമൻ പെർസെപ്ഷന് അതീതമായിട്ടുള്ള റീജിയൻസാണ്. ആ ഒരു ഭാഗത്തെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. ആ ഒരു ഫ്രീക്വൻസിക്ക് ഇടയിലുള്ള റേഞ്ചിൽ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. സബ്സോണിക് വൈബ്രേഷനിലുള്ളതും സൂപ്പർസോണിക് വൈബ്രേഷനിലുള്ളതും ഹ്യൂമൻ പെർസെപ്ഷന് അതീതമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ഇനി ഈ ഒരു ഡയഗ്രത്തിൽ കാണാം ഏതൊക്കെ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഫ്രാ സൗണ്ട്, 20 ഹെർട്സിൽ താഴെയുള്ള ഇൻഫ്രാ സൗണ്ട് റീജിയൻ സിസ്മോളജിയിലും മെഡിക്കൽ ഫീൽഡിലും ഉപയോഗിക്കുന്നു. സിസ്മോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്ത്ക്വിക്സിനെ പറ്റിയും സിസ്മിക് വേവ്സിനെ പറ്റിയൊക്കെയുള്ള പഠനമാണ് സിസ്മോളജി. അതുപോലെ ആ ഭാഗം മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഭാഗത്ത് ലോ ബാസ് ആയിരിക്കും. ബാസ് എന്ന് പറയുമ്പോൾ ടോൺ ഓഫ് ലോ ഫ്രീക്വൻസി. ആ ഒരു ഭാഗമാണ് ഓഡിബിൾ റീജിയൻ. പിന്നീടുള്ള ഭാഗം അൾട്രാസൗണ്ട് റീജിയനാണ്. അത് മെഡിക്കൽ ഡിസ്ട്രക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അനിമൽ കെമിസ്ട്രിയിൽ, പിന്നെ ഡയഗ്നോസ്റ്റിക് പർപ്പസുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് എവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്നു ഈ ഒരു അൾട്രാസൗണ്ട് റീജിയൻ. ഇനി ഒന്നാമതായിട്ട് നമുക്ക് ഇൻഫ്രാ സൗണ്ടിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കാം. അതായത് ഇൻഫ്രാ സൗണ്ട് ഓർ സബ്സോണിക് വൈബ്രേഷൻ. ഇൻഫ്രാ സൗണ്ട് refers to extreme bass waves or vibrations, those with the frequency below the audibility range of the human ear. അതായത് 20 ഹെർട്സിന് താഴെയുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഹ്യൂമൻ ഹിയറിന് കേൾക്കാൻ പറ്റാത്ത ശബ്ദം. ഈ ഒരു വേവ്സ് ഹ്യൂമൻസിന് കേൾക്കാൻ സാധിക്കില്ല. They can be felt, and as studies have shown, they produce a range of effects in some people, including anxiety, extreme sorrow and chills. ഈ ഒരു റേഞ്ചിലുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഹ്യൂമൻസിന് ഈ ഒരു ഭാഗം ചെറുതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള ശബ്ദം അത് ആങ്സൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ സോറോ ആയിട്ടോ ചിൽസ് ആയിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസോണിക് വേവ്സ് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകുന്നു. കാരണം അവയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് ഒരു കേടുപാടുകളൊന്നും കൂടാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഹയർ ഫ്രീക്വൻസി ഉള്ള വേവ്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല, കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ഇൻഫ്രാസോണിക് വേവ്സിന് ഇത്തരത്തിൽ കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും.
ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൻഡ് അല്ലെങ്കിൽ ചില എർത്ത്ക്വേക്സ് വഴി, ഓഷ്യൻ വേവ്സ് വഴി, അല്ലെങ്കിൽ അവലാഞ്ചസ്, വോൾക്കാനോസ്, മെറ്റിയേഴ്സ് വഴിയൊക്കെ ഈ ഒരു ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ഒരു സോഴ്സസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഈ ഒരു ഇൻഫ്രാസൗണ്ടിന് ഹ്യൂമൻ ബോഡിയിൽ അക്യൂട്ട് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ കൂടുതൽ നേരം ഈ ഒരു ഇൻഫ്രാസൗണ്ടുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുന്നത് വഴി ക്രോണിക് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് വഴി കൂടുതൽ നേരം എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ക്രോണിക് എഫക്ട്സ് ഉണ്ടാകുന്നു. ആ ഒരു എക്സ്പോഷർ വഴി ഉണ്ടാകുന്ന ക്രോണിക് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെയിനിനോടും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനോടുമുള്ള ഒരു സെൻസിറ്റിവിറ്റിയുടെ കുറവ്, റെഡ്യൂസ്ഡ് സെൻസിറ്റിവിറ്റി ഇവിടെ നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെ ജോയിൻസിൽ പെയിൻ ഉണ്ടാവാം. ഈ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയുടെ സ്കിന്നിന് തിക്കനിങ് ഉണ്ടാവാം. ഇത് ഒരു സൗണ്ടിനെ നമ്മൾ ബയോളജിക്കൽ സിസ്റ്റമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഇതിൻ്റെ റിയാക്ഷൻസാണ് നമ്മൾ നോക്കുന്നത്. സെൻസിറ്റിവിറ്റി, പെയിൻ സെൻസിറ്റിവിറ്റി, ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി എന്നിവയിൽ കാര്യമായിട്ടുള്ള ഒരു റിഡ്യൂസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാം. പിന്നെ സ്കിന്നിന് തിക്കനിങ് സംഭവിക്കുന്നു ചില ഭാഗങ്ങളിൽ, ഹാൻഡ്സിലൊക്കെ. പിന്നെ സയനോസിസ് എന്നൊരു ഫിനോമിനൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ, ഓക്സിജൻ്റെ ഷോർട്ടേജ് സംഭവിക്കുമ്പോൾ ആ ഭാഗം ഒരു ബ്ലൂയിഷ് കളറ് ഡെവലപ്പാവും സ്കിന്നിൽ. ഈ ഒരു ഫിനോമിനൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ടുമായിട്ട് കൂടുതൽ നേരം എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി ഇത്തരത്തിലുള്ള ഓരോ കുഴപ്പങ്ങൾ വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത് ഓരോ ഹാമേഴ്സിൽ നിന്നും, അതുപോലെ റോഡ് ഡ്രില്ലേഴ്സ്, അതുപോലെ ചെയിൻസോസ്, ഇത്തരത്തിലുള്ള ഓരോ വസ്തുക്കളുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇവയുമായിട്ട് ഈ ഒരു ടൂൾസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് കുറവ് വരുത്താം. അവയായിട്ടുള്ള എക്സ്പോഷറിൻ്റെ ടൈം കുറയ്ക്കാം. അതുപോലെ തന്നെ പാഡഡ് ഗ്ലൗസ് നൽകിക്കൊണ്ട് ഇവയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താം. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസിന് വാർണിംഗ് നൽകാം. ഇത്തരത്തിൽ ഓരോ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവ ഉപയോഗിക്കുന്ന തൊഴിലാളികളെ മുൻകൂട്ടി വാൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടൂൾസിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഒരു വൈബ്രേഷൻ വഴി ഉണ്ടാകുന്ന എഫക്ട്സ് കുറയ്ക്കാം. അതായത് സൈലൻസേഴ്സ് ഘടിപ്പിക്കുക വഴി. ഇതൊക്കെയാണ് പ്രിക്കോഷൻസ്. ഈ ഒരു ഇൻഫ്രാസൗണ്ടിൻ്റെ പ്രസൻസിൽ ഹ്യൂമൻസിന് ചില പ്രത്യേക റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു വണ്ടർ അല്ലെങ്കിൽ ഫിയർ ഈ ഒരു ഇൻഫ്രാസൗണ്ട് കേൾക്കുന്നത് വഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വണ്ടർ അല്ലെങ്കിൽ ഫിയറൊക്കെ ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് കേൾക്കുന്നത് വഴി ഉണ്ടാവാം. ഈ ഒരു ഇൻഫ്രാസൗണ്ട് റേഞ്ചിലുള്ള ശബ്ദത്തെ കേൾക്കുന്നത് വഴി മനുഷ്യന് ഒരു സൂപ്പർ നാച്ചുറൽ ഈവൻറ്റ്സ് നടക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു അൺഈസ് അല്ലെങ്കിൽ ഒരു ഡിസോറിയൻറ്റേഷൻ ഫീലിംഗ് ഫിലിം സൗണ്ട് ട്രാക്കുകളിൽ ഉപയോഗിക്കുന്നു. അതുവഴി ഓഡിയൻസിൽ ഒരു അൺഈസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസോറിയൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഇൻഫ്രാസൗണ്ട് ശബ്ദം സൗണ്ട് ട്രാക്സിൽ, ഫിലിം സൗണ്ട് ട്രാക്സിൽ ഉപയോഗിക്കാറുണ്ട്. ചില ടർബൈൻസ്, വിൻഡ് ടർബൈൻസിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെ ചില അനിമൽസിലൊക്കെ ഇത്തരത്തിൽ വിൻഡ് ടർബൈൻസിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ അവിടെ ഉള്ള അനിമൽസിനുമൊക്കെ ഈ ഇൻഫ്രാസൗണ്ട് കേൾക്കുന്നത് വഴി ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ഡൈജസ്റ്റീവ് പ്രോബ്ലംസും ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അനിമൽസ് ഈ ഒരു ഇൻഫ്രാസൗണ്ടിനെ പെർസീവ് ചെയ്യാൻ കഴിവുള്ള ചില അനിമൽസ് ഉണ്ട്. അതുവഴി ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസൗണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവയ്ക്ക് ഈ ഒരു എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവയ്ക്ക് അവിടുന്ന് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏകദേശം 2004 ഇന്ത്യൻ ഓഷ്യൻ എർത്ത്ക്വേക്കും സുനാമിയും ഉണ്ടായപ്പോൾ അനിമൽസ് ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്നും മാറി നിന്നു. പക്ഷേ
ചിലർ പറയുന്നത് ഈ ഒരു അനിമൽസ് ഇത്തരത്തിൽ ബിഹേവ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പിടിച്ചെടുത്തുകൊണ്ടാണ്, അങ്ങനെയാണ് അവയ്ക്ക് വാർണിംഗ് നൽകാൻ കഴിഞ്ഞത് എന്നാണ്. വെയിൽസ്, എലിഫൻസ്, ഹിപ്പോപോട്ടമസ്, റൈനോസറസ്, ജിറാഫ്സ്, അതുപോലെ അലിഗേറ്റേഴ്സ് ഇവയെല്ലാം ഇൻഫ്രാസൗണ്ട് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് കൂടുന്ന ദൂരെയുള്ള കൂടുതൽ ദൂരത്തിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള അനിമൽസുമായിട്ട് ഇവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വെയിൽസ് ആണെങ്കിൽ അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഡിസ്റ്റൻസ് ദൂരെയുള്ള വെയിൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് നാച്ചുറലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു നാവിഗേഷണൽ എയ്ഡായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും മൗണ്ടൻസിലൊക്കെ ടർബുലൻറ്റ് എയർ ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ഇൻഫ്രാസൗണ്ടിനെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് നാവിഗേഷണൽ എയ്ഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എലിഫൻറ്റ്സ് ഇതുപോലെ ഇൻഫ്രാസൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു വേവ്സ് സോളിഡ് ഗ്രൗണ്ടിലൂടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നു. ദൂരെയുള്ള മറ്റ് ഹേർട്സ് ഈ ഒരു സോളിഡ് ഗ്രൗണ്ടിലൂടെ വരുന്ന ഇൻഫ്രാസൗണ്ട് പിടിച്ചെടുക്കുകയും അതുവഴി ഇവയുടെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇൻഫ്രാസൗണ്ടിൻ്റെ സോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. സിവിയർ വെതർ കാരണം, അതുപോലെ അവലാഞ്ചസ് അല്ലെങ്കിൽ എർത്ത് ക്വേക്സ്, വോൾക്കാനോസ്, വാട്ടർഫോൾസ്, അറോറ, ലൈറ്റ്നിങ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫെറിക് ലൈറ്റനിങ് വഴിയെല്ലാം ഇൻഫ്രാസൗണ്ട് ക്രിയേറ്റ് ആവാറുണ്ട്. അതിൽ തന്നെ ഒന്നാമതായിട്ട് സിവിയർ വെതർ നമുക്കറിയാം, സ്റ്റോംസ് ഒക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് ക്രിയേറ്റ് ആവുന്നു. അടുത്തതായിട്ട് അവലാഞ്ചസ്, അതായത് സ്നോ സ്ലൈഡ് വഴി ഇൻഫ്രാസൗണ്ട് ക്രിയേറ്റ് ആവാറുണ്ട്. എർത്ത് ക്വിക്സിലുണ്ടാവാം, വോൾക്കാനോസിൻ്റെ സമയത്ത്, വോൾക്കാനിക് എറപ്ഷൻസിൻ്റെ സമയത്ത് ഉണ്ടാവാം, വാട്ടർഫോൾസിലുണ്ടായിരിക്കും. അറോറ എന്ന ഒരു ഫിനോമിനൻ, അതായത് പോളാർ ലൈറ്റ്സ് ആണ് അറോറ എന്ന് പറയുന്നത്. നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ഇൻ എർത്ത്സ് സർഫസ് അല്ലെങ്കിൽ സ്കൈ, നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ഇൻ എർത്ത് സ്കൈ മാഗ്നറ്റിക് പോളാർ റീജിയൻസിലാണ് കാണപ്പെടുക. അതാണ് അറോറ. ആ സമയത്ത് ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. അറോറ നമുക്കറിയാം പോൾസിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇങ്ങനെ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ആ ഒരു അറോറ നടക്കുമ്പോൾ ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ലൈറ്റനിങ്ങിൻ്റെ സമയത്ത്, അപ്പർ അറ്റ്മോസ്ഫെറിക് ലൈറ്റനിങ്ങിൻ്റെ സമയത്തും ഇതുപോലെ ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഫ്രാസൗണ്ട് ക്യാൻ ഓൾസോ ബി ജനറേറ്റഡ് ബൈ മാൻ മെയ്ഡ് പ്രോസസ്സസ് സച്ച് ആസ് സോണിക് ബൂംസ് ആൻഡ് എക്സ്പ്ലോഷൻസ്. ബോത്ത് കെമിക്കൽ ആൻഡ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ സമയത്ത് ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഡീസൽ എൻജിൻ, ഓൾഡ് ഡിസൈൻസ് ഓഫ് ടവർ വിൻഡ് ടർബൈൻസ് ഇവയൊക്കെ ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോഷൻ്റെ സമയത്തുണ്ടാവുന്ന ഇൻഫ്രാസൗണ്ടിൻ്റെ എമിഷനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ ഈ ഒരു ഇൻഫ്രാസൗണ്ടിൻ്റെ എമിഷൻ, അതായത് എക്സ്പ്ലോഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എമിഷൻ തിരിച്ചറിഞ്ഞ് അവ എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റേഡിയോ ന്യൂക്ലൈഡ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നടക്കുമ്പോൾ ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസൗണ്ട് പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഇതെവിടെയാണ് നടക്കുന്നതെന്ന് ഈ ഒരു ഏജൻസിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സ്റ്റേഷൻസിൽ ഇതിൻ്റെ ഈ ഇൻഫ്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസിയൊക്കെ അളന്ന് അവയ്ക്കിടയിലൊരു ആംഗിളൊക്കെ രൂപപ്പെടുത്തി എവിടെയാണ് ഈ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ആംഗിൾസിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത് വഴി എവിടെയാണ് ഈ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്നതെന്ന് ഇൻഫ്രാസൗണ്ട് മെഷറിങ്ങിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഏതൊക്കെയാണ് ഇൻഫ്രാസൗണ്ടിൻ്റെ സോഴ്സസ് എന്നിവിടെ കാണാം. മെറ്റിയോഴ്സ് ഒരു സോഴ്സാണ്. സൂപ്പർസോണിക് എയർ ക്രാഫ്റ്റ്സ് വഴി, അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ സമയത്ത്, അതുപോലെ മൈക്രോബാരംസ്, അതായത് മറൈൻ സ്ട്രോംസിലുണ്ടാകുന്ന അൾട്രാസോണിക് സൗണ്ടാണ് മൈക്രോബാരംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻഫ്രാസൗണ്ട് ഉണ്ടാകുന്നു. പിന്നെ എർത്ത് ക്വിക്സിൻ്റെ സമയത്ത് എപ്പി സെൻറ്റേഴ്സിലും അതുപോലെ
ഗ്രൗണ്ട് കപ്പിൾഡ് വേവ്സും ഉണ്ടായിരിക്കും. വോൾക്കാനിക് എറപ്ഷൻസിൻ്റെ സമയത്ത് ഇൻഫ്രാസൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നു. അവലാഞ്ചസ് നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സ്നോ സ്ലൈഡാണ് അവലാഞ്ചസ്. പിന്നെ സാറ്റലൈറ്റ് ആൻഡ് അതർ സ്പേസ് ഡെബ്രിസ് വഴി അവയൊക്കെ ഭൂമിയിലേക്ക് പതിക്കുന്നത് വഴി ആ ഒരു സമയത്ത് ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു. സ്റ്റോംസിൻ്റെ സമയത്ത്, പിന്നെ ന്യൂക്ലിയർ ആൻഡ് കെമിക്കൽ എക്സ്പ്ലോഷൻസിൻ്റെ സമയത്ത്. ഈ ഒരു ന്യൂക്ലിയർ ആൻഡ് കെമിക്കൽ എക്സ്പ്ലോഷൻസ് വഴി ഉണ്ടാകുന്ന ഇൻഫ്രാസൗണ്ട് മെഷർ ചെയ്തുകൊണ്ട് ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസൗണ്ടിൻ്റെ സ്റ്റഡിയാണ് ഇൻഫ്രാസോണിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച്, അതായത് 20 ഹെർട്സ് മുതൽ അതിന് താഴേക്ക് 0.001 ഹെർട്സ് വരെയുള്ള റേഞ്ചാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തെ മോണിറ്റർ ചെയ്യുന്നത് വഴി എർത്ത്ക്വേക്സ്, അതുപോലെ പെട്രോളിയം ഫോർമേഷൻസ്, മണ്ണിനടിയിലുള്ള പെട്രോളിയം ഫോർമേഷൻസ് ഇവയൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ബാലിസ്റ്റോ കാർഡിയോഗ്രഫിയിലും സീസ്മോ കാർഡിയോഗ്രഫിയിലും ഹാർട്ടിൻ്റെ മെക്കാനിക്സ് പഠിക്കാനായിട്ട് ഈ ഒരു ഇൻഫ്രാ സൗണ്ട് ഉപയോഗപ്പെടുന്നു. ബാലിസ്റ്റോ കാർഡിയോഗ്രഫി കാർഡിയോവസ്കുലർ ഡിസീസസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു നോൺ ഇൻവേസീവ് മെത്തേഡാണത്. പിന്നെ സീസ്മോ കാർഡിയോഗ്രഫി അതുപോലെ തന്നെ ഒരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. കാർഡിയാക് ഇൻഡ്യൂസ്ഡ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് തിരിച്ചറിയാൻ പറ്റും സീസ്മോ കാർഡിയോഗ്രഫി വഴി. ഇവയിൽ രണ്ടിലും ഉപയോഗിക്കുന്നത് ഇൻഫ്രാസൗണ്ടാണ്. കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഇൻഫ്രാസൗണ്ടിനുണ്ടായിരിക്കും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അധികം ഡിസിപ്പേറ്റ് ചെയ്ത് പോയില്ല, ലിറ്റിൽ ഡിസിപ്പേഷൻ ആയിരിക്കും. ഇൻഫ്രാസൗണ്ടിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് അത് പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ പ്രഷർ നൽകുകയാണെങ്കിൽ ഈ ഒരു ഇൻഫ്രാസൗണ്ട് ഹ്യൂമൻസിന് പിടിച്ചെടുക്കാൻ സാധിക്കും. മുഖ്യമായിട്ടും ഇയർ വഴിയാണ് പ്രൈമറി ഓർഗൻ, ഈ ഒരു ഇൻഫ്രാസൗണ്ട് സെൻസ് ചെയ്യുന്ന പ്രൈമറി ഓർഗൻ ഇയറാണ്. പക്ഷേ മറ്റ് ചില ബോഡി പാർട്സിലും ഈ ഒരു പ്രഷർ കൂടുതൽ കൊടുക്കുമ്പോൾ ഇൻഫ്രാസൗണ്ട് ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇൻഫ്രാസൗണ്ടിൻ്റെ യൂസസ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് തെറാപ്യൂട്ടിക് ഡിവൈസസിൽ യൂസ് ചെയ്യുന്നു, അതായത് മെഡിക്കൽ ഫീൽഡിൽ മയോപ്പിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ മോണിറ്ററിങ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഇൻഫ്രാസൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നു. വോൾക്കാനിക് എറപ്ഷൻസ്, എർത്ത്ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ് ഇവയൊക്കെ മുൻകൂട്ടി പറയാനായിട്ട്, പ്രവചിക്കാനായിട്ട് ഈ ഒരു ഇൻഫ്രാസോണിക് എമിഷൻസ് വഴി സാധിക്കും. ഈ ഒരു ഇൻഫ്രാസൗണ്ട് വേവ്സ് മെഷർ ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കാൻ സാധിക്കും. ഇൻഫ്രാസൗണ്ട് ഡേഞ്ചറസ് ആണ്, കാരണം അതിൻ്റെ സ്ട്രോങ് ഓസിലേഷൻസ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഇൻഫ്രാസൗണ്ട് ഒരുപാട് ആവൃത്തിയിൽ പതിക്കുമ്പോൾ ഒരുപാട് ദൂരം ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്താലും അവയുടെ സ്ട്രെങ്ത്ത് നശിപ്പിക്കപ്പെടുന്നില്ല. സോ ഇവരൊരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു വേവായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു മൈൽഡ് എക്സ്പോഷർ തന്നെ സിവിയർ സിംറ്റത്തിന് കാരണമാവുന്നുണ്ട്. ലിവിങ് ടിഷ്യൂസിലേക്കോ അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സിലേക്കോ ഗ്രേറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. കൂടുതൽ ആവൃത്തിയിൽ കൊടുക്കുകയാണെങ്കിൽ മാറ്റർ എക്സ്പ്ലോഡ് ചെയ്യാൻ ഇവയ്ക്ക് കഴിവുണ്ട്. നാച്ചുറൽ എക്സ്പ്ലോഷൻസ് ഫ്രം വോൾക്കനോസ് പ്രൊഡ്യൂസ് ഇൻഫ്രാസോണിക് വേവ്സ്. അറ്റോമിക് വെപ്പൺസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസ് നടക്കുമ്പോൾ ഇൻഫ്രാസൗണ്ട് എമിറ്റ് ആവുന്നു. ഇനി ചില ഫൺ ഫാക്ട്സ് നോക്കാം. എലിഫൻസ് ഇത്തരത്തിൽ ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നു അവയുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. 10 മൈൽസ് വരെയുള്ള ഡിസ്റ്റൻസ് വരെയുള്ള ഭാഗത്ത് ഈ ഒരു ഇൻഫ്രാസൗണ്ട് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരിക്കും. ടൈഗേഴ്സ് ഇൻഫ്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നു. പിന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് വൈസ്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് ഗോസ്റ്റായിട്ട് തോന്നുന്ന ചില ഓഡ് സെൻസേഷൻസ് ചിലപ്പോൾ ഇൻഫ്രാസോണിക് വൈബ്രേഷൻസ് വഴി ഉണ്ടാകുന്നതായിരിക്കാം എന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്.
ഇനി അൾട്രാസോണിക്സ് അല്ലെങ്കിൽ അൾട്രാസൗണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാം. അൾട്രാസൗണ്ട് എന്ന റീജിയൻ ഏകദേശം ഹ്യൂമൻ ഹിയറിങ്ങിന് അതീതമായിട്ടുള്ള, അതായത് 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിന് മുകളിലേക്കുള്ള ഒരു ഫ്രീക്വൻസിയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം, ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സാധാരണ ഓഡിബിൾ റേഞ്ചിലുള്ള ശബ്ദത്തെ പോലെ തന്നെയാണ്. പക്ഷേ ഹ്യൂമൻസിന് ഈ ഒരു ഭാഗത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല, ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കില്ല എന്നത് മാത്രമാണ് ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത്. There are several generators of ultrasonic vibrations such as mechanical generator, thermal generator, piezoelectric generator and magnetostrictive generator. ഇതിൽ തന്നെ ഇലക്ട്രിക് പോളറൈസേഷൻ വഴി വർക്ക് ചെയ്യുന്നതാണ് പ്ലേസോ ഇലക്ട്രിക് ജനറേറ്റർ. മാഗ്നറ്റിക് എനർജിയും മെക്കാനിക്കൽ എനർജിയും യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റോസ്ട്രിക്റ്റീവ് ജനറേറ്റർ. അൾട്രാസൗണ്ട് ഡ്രില്ലിങ്ങിന്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ് വെൽഡ് ചെയ്യാൻ, ലിക്വിഡ്സ് മിക്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബയോളജി ആയിട്ട് ഈ ഒരു അൾട്രാസോണിക്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അൾട്രാസോണിക് സൗണ്ട് ഹ്യൂമൻ ബോഡിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ടെമ്പറേച്ചർ എഫക്റ്റാണ്. രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവാം. ഒന്നാമതായിട്ട് എ പീരിയോഡിക് ടെമ്പറേച്ചർ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് കണ്ടൻസേഷൻ ആൻഡ് റെയർഫാക്ഷൻ. റെയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ദി ഡെൻസിറ്റി ഓഫ് സംതിങ്. കണ്ടൻസേഷനും റെയർഫാക്ഷനും അനുസരിച്ചുള്ള ഒരു പീരിയോഡിക് ടെമ്പറേച്ചർ ചേഞ്ച്. പിന്നെ ഒരു സ്റ്റഡി ടെമ്പറേച്ചർ റേസ് അസോസിയേറ്റഡ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് അക്കൂസ്റ്റിക് എനർജി. ഇത്തരത്തിലൊരു അൾട്രാസോണിക് സൗണ്ടുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടാമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവാം. ഇത്തരത്തിൽ അൾട്രാസോണിക് പ്രഷർ വഴി ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ ഡിസോറിയൻറ്റേഷൻ ഉണ്ടാക്കുന്നു, ബയോളജിക്കൽ ഫങ്ഷൻസിലൊക്കെ മാറ്റം വരുത്തുന്നു. ഇനി ക്യാവിറ്റേഷൻ എന്നൊരു ഫിനോമിനൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ക്യാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ physical separation of liquid layers which occurs on drastic reduction of hydrostatic pressure providing gas molecules. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. അതായത് ഈ ഒരു ഫിനോമിനൻ ഒരു ബയോളജിക്കൽ എഫക്റ്റാണ്, അൾട്രാസൗണ്ടിൻ്റെ ഒരു ബയോളജിക്കൽ എഫക്റ്റാണ്. Expansion of gas nuclei occurs under negative pressure, allowing other molecules in the space to form bubbles. ലിക്വിഡ് ലെയറിൻ്റെ ഇടയിൽ ബബിൾസ് ഉണ്ടാകുന്നു ഈ ഒരു അൾട്രാസൗണ്ട് ഉണ്ടാകുന്നത് വഴി. സം മെറ്റീരിയൽസിൻ്റെ സ്ട്രക്ചറിൽ വിസ്കോസിറ്റി കുറയാനായിട്ട് ക്യാവിറ്റേഷൻ കാരണമാകുന്നു. പിന്നെ സിംഗിൾ സെൽസിൽ ഒരു ഡിസ്ട്രപ്റ്റീവ് എഫക്റ്റ്, അവയെ തകർക്കുന്ന ഒരു എഫക്റ്റ് ക്യാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ക്യാവിറ്റേഷൻ എന്ന് വെച്ചാൽ, sound which includes ultrasound is transmitted through any physical medium by waves which compress and stretch the molecular spacing of the medium through which ultrasound passes. അൾട്രാസൗണ്ട് ഇത്തരത്തിലൊരു ഫിസിക്കൽ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേവ്സ് ആയിട്ട് കടന്നു പോകുമ്പോൾ ഈ ഒരു മീഡിയത്തെ സ്ട്രെച്ച് ചെയ്യും കംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യും. As the ultrasound crosses the medium, the average distance which is present between the molecules will differ as they oscillate around their mean position. ഇത്തരത്തിലൊരു കംപ്രസിങ് അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ മീഡിയത്തിലെ മോളിക്കുലാർ സ്പേസിങ്ങിൽ വ്യത്യാസം വരും. കാരണം ഓരോ മോളിക്യൂൾസും അവയുടെ മീൻ പൊസിഷനിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ വ്യത്യാസം വരും. when the negative pressure which is caused for, പക്ഷേ ഇവിടെ ക്രിയേറ്റ് ആവുന്ന നെഗറ്റീവ് പ്രഷറിൻ്റെ ഒരു അൾട്രാസോണിക് വേവിൻ്റെ പ്രഷർ കൂടുമ്പോൾ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകുമ്പോൾ, കൂടുതൽ നെഗറ്റീവ് ഹൈ ഇനഫ് വാല്യൂ അവിടെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ മോളിക്യൂൾസിൻ്റെ ഒരു മിനിമം ഡിസ്റ്റൻസ്, ഈ ഒരു ലിക്വിഡിനെ ഇൻടാക്റ്റായിട്ട് നിലനിർത്താനുള്ള മിനിമം ഡിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ബ്രേക്ക് ഡൗൺ ആവുന്നു, അവിടെ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു വോയിഡ്സാണ് ക്യാവിറ്റേഷൻ ബബിൾസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അൾട്രാസൗണ്ട് കാരണം ഈ ഒരു ലിക്വിഡിൻ്റെ സ്ട്രക്ചർ
മാറുകയാണ്. അപ്പോൾ ലിക്വിഡ് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഈ ഒരു മോളിക്യൂൾസിന് പരസ്പരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ലിക്വിഡ് ബ്രേക്ക് ഡൗൺ ആവുന്നു. അവിടെ വോയിഡ്സ് ക്രിയേറ്റ് ആവുന്നു. വോയിഡ്സ് ക്രിയേറ്റ് ആവുന്നവയാണ് ക്യാവിറ്റേഷൻ ബബിൾസ് എന്ന് വിളിക്കുന്നത്. ക്യാവിറ്റേഷൻ ബബിൾസിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാവിറ്റേഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാവുന്നത് അൾട്രാസൗണ്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിൻ്റെ വിസ്കോസിറ്റിയിൽ കാര്യമായിട്ടുള്ള കുറവ് വരുന്നു. അതുകൊണ്ട് സെൽസൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ഒരു അൾട്രാസൗണ്ടിനെ ബയോളജിക്കൽ സിസ്റ്റമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഇനി ബയോളജിക്കൽ എഫക്ട്സിൽ ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു നമ്മൾ പറഞ്ഞു. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി അൾട്രാസോണിക്സ് പാർട്ട്ലി ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് എനർജി ആൻഡ് പാർട്ട്ലി ക്യാവിറ്റേഷൻ മെക്കാനിസം. ഈ ഒരു എനർജി അബ്സോർബ് ചെയ്യുന്നത് വഴി ടെമ്പറേച്ചർ കൂടാം. അതുപോലെ തന്നെ ക്യാവിറ്റേഷൻ നടക്കുമ്പോഴും ടെമ്പറേച്ചർ കൂടാം. Lipid and protein materials exhibit increase of temperature in ultrasonic beams associated with acoustic absorption. ലിപ്പിഡിലും പ്രോട്ടീൻ മെറ്റീരിയൽസിലും ഇത്തരത്തിൽ ടെമ്പറേച്ചർ കൂടുന്നു അൾട്രാസോണിക് വേവ്സ് ഹിറ്റ് ചെയ്യുന്നത് വഴി. കാരണം അവയെ ആ ഒരു എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് വഴിയാണ് അവിടെ ടെമ്പറേച്ചർ കൂടുന്നത്. ക്യാവിറ്റേഷൻ വഴിയുള്ള ടെമ്പറേച്ചർ ചേഞ്ചസും കാണാം. പാരലിറ്റിക് എഫക്റ്റ്, അതായത് ഒരു പെനാലിസിസ് നടക്കുന്നു ഈ ഒരു അൾട്രാസോണിക് വേവ്സ് ഹിറ്റ് ചെയ്യുമ്പോൾ. മനുഷ്യരെ ഇതുപോലെയുള്ള അൾട്രാസോണിക് വേവ്സുമായിട്ട് കൂടുതൽ നേരം ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ ഈക്വിലിബ്രിയം കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവും നശിക്കുന്നതായിട്ട്, കുറച്ച് നേരത്തേക്കെങ്കിലും നശിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഫ്രോക്സിനെ അതുപോലെ ഇത്തരത്തിൽ ഇൻറ്റൻസിറ്റി കൂടിയ വേവ്സുമായിട്ട് അൾട്രാസോണിക് വേവ്സുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവയുടെ ഹൈൻഡ് ലെഗ്സിനെല്ലാം പാരാലിസിസ് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഈ ഒരു പാരാലിറ്റിക് എഫക്റ്റ് ഉണ്ടാവാൻ കാരണം അൾട്രാസോണിക് വേവ്സ് വഴി ഉണ്ടാകുന്നത് ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസാണ്. ഇനി നെക്സ്റ്റ് ലീതൽ എഫക്റ്റാണ്. ലീതൽ എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി ബീംസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്യാവിറ്റേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ പ്രോട്ടോസോവയൊക്കെ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എക്സ്പോഷർ, ഈ ഒരു അൾട്രാസോണിക് വേവ്സിൻ്റെ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പെനാലിസിസിന് ശേഷം ലീതൽ ആക്ഷൻ അവയ്ക്കുണ്ടാവുന്നു. ഇത്തരത്തിൽ അൾട്രാസൗണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ടുബാക്കോ മൊസൈക്ക് വൈറസ് ഇനാക്ടിവേറ്റഡ് ആവുന്നു. അതുപോലെ ഈസ്റ്റ് സെൽസ് റീപ്രൊഡക്റ്റീവ് പവേഴ്സ് നശിച്ചവരായിട്ട് മാറുന്നു. പിന്നെ ലൂമിനസ് ബാക്ടീരിയയുടെ ലൂമിനോസിറ്റി നശിക്കുന്ന ഒരു എഫക്റ്റും ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അൾട്രാസൗണ്ടിനെ സ്റ്റെറിലൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ അത്ര എഫക്റ്റീവ് അല്ല. കാരണം ചില ബാക്ടീരിയകളെ മാത്രമേ അൾട്രാസൗണ്ട് വഴിയുള്ള സ്റ്റെറിലൈസേഷൻ വഴി കൊല്ലാൻ സാധിക്കുള്ളൂ. അൾട്രാസൗണ്ടിൻ്റെ ഈ ഒരു സ്റ്റെറിലൈസിങ്ങിനുള്ള ഒരു പ്രോപ്പർട്ടി രണ്ട് കാര്യങ്ങളെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിസ്കോസിറ്റി ഓഫ് സസ്പെൻഷൻ്റെ വിസ്കോസിറ്റിയെ കാര്യമായിട്ട് ബാധിക്കുന്നു. അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലും ഇത് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു അൾട്രാസൗണ്ടിൻ്റെ സ്റ്റെറിലൈസിങ് പ്രോപ്പർട്ടിയെ ബാധിക്കുന്നുണ്ട്. ഇനി ലാർജർ അനിമൽസ് ലൈക്ക് ഫ്രോഗ്സ്, ഫിഷസ് എക്സെട്ര മേ ബി ഏബിൾ ടു ബി കിൽഡ് ബൈ ആക്ടിങ് ഓൺ സം വൈറ്റൽ സെൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അൾട്രാസൗണ്ട് വഴി ഈ ഒരു ഓർഗാനിസംസിനേക്കാൾ കില്ല് ചെയ്യാൻ പറ്റും, അവയുടെ ഏതെങ്കിലും ഒരു വൈറ്റൽ സെല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി. എമൾഷിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സും അതുപോലെ തന്നെ ഡിസ്പേർഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അൾട്രാസൗണ്ടിൻ്റെ അക്യൂട്ട് അല്ലെങ്കിൽ അതുപോലെ ക്രോണിക് എഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അൾട്രാസൗണ്ടിൻ്റെ ഡയറക്റ്റ് ബീമുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന ബോഡി പാർട്ടിൽ പെയിൻ ഉണ്ടാവാം. അതുപോലെ ഹ്യൂമൻസിൽ ചെവികളിലൊരു ബസിങ് നോയ്സ് അല്ലെങ്കിൽ റിങ്ങിങ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു ഡിസിനസ്, അതുപോലെ ഹെഡേക്ക്, ഫറ്റീഗ്, ഇറിറ്റബിലിറ്റി, നോസിയ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രോണിക് എഫക്ട്സ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള എഫക്ട്സ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് അൾട്രാസൗണ്ടുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക,
ഡയറക്റ്റ് ബീമുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു യന്ത്രങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് റേഡിയോഗ്രഫി അപ്പാരറ്റസ് അല്ലെങ്കിൽ ലേസറൊക്കെ അടിക്കുമ്പോൾ അതിൽ നിന്നും അൾട്രാസൗണ്ട് ഡയറക്റ്റ്ലി ബോഡിയിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഈ വേവ് എമിഷറിൽ നിന്നും ഗാർഡ് ചെയ്ത് വെക്കണം. ഇയർ പ്രൊട്ടക്ഷനും ഇവിടെ ആവശ്യമായിട്ട് വരും പ്രിക്കോഷനായിട്ട്. ഇനി എന്താണ് അൾട്രാസൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഇക്കോ ഡെപ്ത് സൗണ്ടിങ്ങിൽ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസൗണ്ട് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് അവയുടെ ഷോർട്ട് വേവ് ലെങ്ത് കാരണം നാരോ ബീംസ് ആയിട്ട് ഉപയോഗിക്കപ്പെടും. പിന്നെ അവയെ ഇക്കോ ഡെപ്ത് സൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നു. സിയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഈ വേവിന് എത്താനുള്ള സമയം മെഷർ ചെയ്യുന്നത് വഴി, അവ തിരിച്ചെത്തുന്ന സമയം മെഷർ ചെയ്യുന്നത് വഴി ഡെപ്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം എന്നത് കോസ്റ്റൽ വെസൽസിലും അതുപോലെ തന്നെ സബ്മറൈൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ബാറ്റ്സ് ഡാർക്ക്നെസ്സിൽ പറക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. നാവിഗേഷന് വേണ്ടി ബാറ്റ്സ് ഈ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നു. അൾട്രാസൗണ്ട് അവ എമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവയുടെ മുമ്പിലുള്ള ഒബ്ജക്ട്സിൽ ഈ ഒരു അൾട്രാസൗണ്ട് പോയിട്ട് തട്ടുമ്പോൾ തിരിച്ച് എക്കോസ് ആയിട്ട് അത് തിരിച്ചു വരും. അപ്പോൾ ഈ ബാറ്റ്സ് ഇത് പിടിച്ചെടുത്തിട്ട് എന്താണ് മുമ്പിലുള്ളതെന്ന് തിരിച്ചറിയാൻ അവയ്ക്ക് പറ്റും. അതുപോലെ തന്നെ ഫ്ലൈയിങ് ഇൻസെക്ട്സിനെയൊക്കെ പിടിച്ച് കഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ നാവിഗേഷൻ വഴി അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നത് വഴി. ഇനി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെയിൽസ് ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസൗണ്ടിൻ്റെ എമിഷൻ. വെയിൽസ് ഒറ്റപ്പെട്ടിരിക്കുന്ന മെയിൽ വെയിൽസ് ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നത് വഴി മറ്റ് വെയിൽസുമായിട്ട് അവയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മീറ്റിംഗ് കോൾസ് ആയിട്ടൊക്കെ അൾട്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നുണ്ട്. ടൈഗർ മൂത്ത്സ് അൾട്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഒരു വൈബ്രേറ്റിംഗ് മെംബ്രെയിൻ ഉപയോഗിച്ചാണ് ഇവ അൾട്രാസൗണ്ട് എമിറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെംബ്രെയിനെ ടിംബൽസ് എന്നാണ് പറയുന്നത്. കാസോവാരിയുടെ ഹെഡിലുള്ള ഒരു മിസ്റ്റീരിയസ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അൾട്രാസൗണ്ട് സിഗ്നൽസ് ഈ ഒരു പക്ഷിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പൾസ് എക്കോ വിഷ്വലൈസേഷന് വഴിയും ഈ ഒരു അൾട്രാസൗണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് ഒബ്ജക്റ്റിൻ്റെ സർഫസിലുണ്ടാകുന്ന കൊറോഷനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഡ്യൂറേഷൻ സൗണ്ട് വേവ്സിനെ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു ഫിനോമിനനാണ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് ഒരു ഹെൽപ്ഫുള്ളായ ഫിനോമിനനാണ് ബോഡി സ്ട്രക്ചേഴ്സൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Doppler effect in physics is defined as the increase or decrease in the frequency of sound, light or other waves as the source and observer move towards or away from each other. Ultrasound-based diagnostic imaging techniques can be enhanced with Doppler measurements, which employ the Doppler effect to access whether structures, usually blood, are moving towards or away from the probe and its relative velocity. Doppler effect വഴി ഒരു വേവ് അതിൻ്റെ സോഴ്സിൽ നിന്നും ഒബ്സർവറിൻ്റെ അടുത്തേക്കാണോ വരുന്നത് അതോ ദൂരത്തേക്കാണോ പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോപ്ലർ എഫക്റ്റിനെ അൾട്രാസൗണ്ട് ടെക്നിക്കുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ബ്ലഡ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനിലേക്കാണോ പോകുന്നത് അതോ ആ ഓർഗനിൽ നിന്ന് ദൂരോട്ടാണോ പോകുന്നത് എങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ സ്ട്രക്ചേഴ്സിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ബ്ലഡ് ഫ്ലോയിലുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ തന്നെ വാൽവ്സിലും സെപ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ഡിഫക്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് അൾട്രാസൗണ്ട് ടെക്നിക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതുവഴി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും.
കൂടുതൽ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള വാൽവ്സിലും സെപ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, ബ്ലഡ് ഫ്ലോ വഴിയുള്ള ഡിഫക്ട്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണിത് മനസ്സിലാക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. റീനൽ ആർട്ടറി കൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നത് ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോണോഗ്രഫിയിലും അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. Ultrasound waves can be bounced off tissues using special devices. The echoes are then converted into a picture called sonogram. നമുക്കറിയാം, ഇത്തരത്തിൽ അൾട്രാസൗണ്ട് വേവ്സ് ടിഷ്യൂസിലേക്ക് പതിപ്പിക്കുന്നു, ശേഷം അവയുടെ എക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നീട് ആ ഒരു പിക്ചറായിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, സോണോഗ്രാം എന്ന് പറയും. ഇതുവഴി ഇൻവാസീവ് ടെക്നിക്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഫിസിഷ്യൻസിനും പേഷ്യൻസിനും സോഫ്റ്റ് ടിഷ്യൂസിൻ്റെയും ബോഡി ക്യാവിറ്റീസിൻ്റെയും ഒരു ഇൻസൈഡ് വ്യൂ ലഭിക്കും. ഒരു ഇൻവാസീവ് ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. പ്രഗ്നൻസി ടൈമിൽ ഫീറ്റസിനെ എക്സാമിൻ ചെയ്യാനൊക്കെ സോണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്. How does ultrasound work and how to produce images of ultrasound? Ultrasound waves images are produced by a transducer. ഒരു ട്രാൻസ്ഡ്യൂസർ ഇവിടെ ആവശ്യമാണ്. A transducer is a device that takes power from one source, converts the energy into another form and delivers the power to another target. എനർജിയുടെ ഫോംസ് മാറ്റുകയാണ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഈ ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എടുക്കുന്നു, ശേഷം ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ ഒരു ലൗഡ് സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ അൾട്രാസൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നു. ശേഷം ഏതെങ്കിലും നമ്മുടെ ഏത് സിസ്റ്റമാണോ മനസ്സിലാക്കേണ്ടത് ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ശേഷം അവിടെ നിന്നും റിഫ്ലക്റ്റ് ആവുന്ന വേവ്സിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസായിട്ട് പുറത്തുവിടുന്നു. The electrical signals returned to the transducer are used to form pictures on a television screen. ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ട്രാൻസ്ഡ്യൂസറിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ടെലിവിഷൻ സ്ക്രീനിൽ പിക്ചേഴ്സായിട്ട് ഡെപിക്റ്റ് ചെയ്യുന്നു. ഇവിടെ എ മോഡേൺ ക്ലിനിക്കൽ അൾട്രാസൗണ്ട് യൂണിറ്റ് വിത്ത് എ സൂംഡ് ഇമേജ് ഷോയിങ് എ ടിപ്പിക്കൽ ട്രാൻസ്ഡ്യൂസറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാഡറിൻ്റെ 2D അൾട്രാസൗണ്ട് ഇമേജാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇമേജിൽ ബ്ലാഡറിൻ്റെ ആ റീജിയൻ കാണാം, പക്ഷേ അതിന് നടുക്കായിട്ട് ഒന്നും കാണാൻ സാധിക്കാത്തത് ഈ ഒരു ഭാഗം വളരെ തിന്നായതുകൊണ്ട് തന്നെ എക്കോസ് ഒന്നും അധികം കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ബാറ്റിൻ്റെ കാര്യത്തിൽ അൾട്രാസൗണ്ട് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ബാറ്റിൻ്റെ ലാരിങ്സിൽ നിന്നും അൾട്രാസൗണ്ട് പുറത്തു വരുന്നു. ഈ ഒരു ശബ്ദം ഹ്യൂമൻസിന് കേൾക്കാൻ സാധിക്കില്ല, പക്ഷേ ഈ ഒരു ശബ്ദം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വന്നിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും, ബാറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഹ്യൂമൻസിന് കേൾക്കാൻ സാധിക്കുന്ന ഒരു ശബ്ദം കൂടെ ബാറ്റ് പുറപ്പെടുവിക്കുന്നുണ്ട്. ബാറ്റിൻ്റെ നോസും അതുപോലെ തന്നെ ഈ ഒരു ഒച്ചയുടെ ഒരു റെക്കോർഡറായിട്ട് ആക്ട് ചെയ്യുന്നു. എയർ വൈബ്രേഷൻസ് പിടിച്ചെടുക്കാനായിട്ട് ബാറ്റിൻ്റെ നോസ് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. So it appears that the nose and ears of the bat are the most important factors in its radar operation of bats. നോസും ഇയേഴ്സും ബാറ്റ്സിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് റഡാർ ഓപ്പറേഷനിൽ. ഡോൾഫിൻസ് അക്വാറ്റിക് അനിമൽസാണ്. ഇവ ഒരുപാട് തരത്തിലുള്ള ശബ്ദം എമിറ്റ് ചെയ്യുന്നു. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എക്കോ ലൊക്കേഷന് വേണ്ടി ഇത്തരത്തിൽ ശബ്ദം എമിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടുമ്പോൾ അവയുടെ എക്കോ നോക്കി ഇത്തരത്തിൽ ഫിഷിംഗ് നെറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഡോൾഫിന് സാധിക്കുന്നു. ഫിഷ് ട്രോളേഴ്സും ഇതുപോലെ തന്നെ, അതായത് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് വെസൽസ് ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് ഈ ഒരു അൾട്രാസൗണ്ടിനെ കൂടുതൽ ഫിഷസ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടൊരു ട്രാൻസ്ഡ്യൂസർ കടലിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് അൾട്രാസോണിക് പൾസസ് റിലീസ് ചെയ്യുന്നു വിവിധ ഡയറക്ഷൻസിലേക്ക്. ഈ ഓരോ പൾസ് ഫിഷിൻ്റെ കൂട്ടത്തിലേക്ക് ചെന്ന് അടിക്കുമ്പോൾ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ആവുന്നു. അതുവഴി ഏത് ഭാഗത്താണ് കൂടുതൽ ഫിഷസ് ഉള്ളതെന്ന്
ഫിഷ് ട്രോളേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. ഡോഗ്സിന് ഹ്യൂമൻസിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയുള്ള വോയിസ് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് വഴി അൾട്രാസോണിക് വിസിൽ അല്ലെങ്കിൽ ഗാൾട്ടൺ വിസിൽ വഴി ഹ്യൂമൻ ബീയിങ്സിന് കേൾക്കാൻ സാധിക്കാത്ത വോയിസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവയ്ക്ക് കേൾക്കാൻ സാധിക്കുന്ന വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇവയെ. അപ്പോൾ ഈ ഒരു വിസിലിൻ്റെ പാർട്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇമ്മിസിബിൾ ലിക്വിഡ്സിൻ്റെ മിക്സിങ്ങിന് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് വാട്ടറും ഓയിലും ഒക്കെ മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു ഹോമോജനസ് സൊല്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ ആൻഡ് എമൾസിഫിക്കേഷൻ ഓർ ഹോമോജനൈസേഷൻ. ഇത്തരത്തിൽ മിക്സ് ആകാത്ത ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹോമോജനൈസേഷന് ഉപയോഗിക്കുന്ന ഒരു സൗണ്ട് വേവാണ് അൾട്രാസോണിക് വേവ്. അപ്പോൾ ഇവിടെ ഹോമോജനൈസിങ് മിൽക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. മിൽക്ക് ഈസ് അജിറ്റേറ്റഡ് വിത്ത് അൾട്രാസോണിക് വൈബ്രേഷൻ സോ ദാറ്റ് ദി ലാർജർ ഫാറ്റ് പാർട്ടിക്കിൾസ് ബ്രേക്ക് ഇൻ ടു ഫോം സ്മോളർ പാർട്ടിക്കിൾസ്. അൾട്രാസോണിക് വൈബ്രേഷൻ യൂസ്ഡ് ഫോർ ഹോമോജനൈസിങ് കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ മിൽക്കൊക്കെ ഹോമോജനൈസ് ചെയ്യാനായിട്ട് അൾട്രാസോണിക് വേവ് ഉപയോഗിക്കുന്നു. പിന്നെ റൺവേയിലെ ഫോഗ് ഡിസ്പേറ്റ് ചെയ്യാനായിട്ട് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കോആഗുലേഷൻ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷനൊക്കെ നടക്കാൻ വേണ്ടി അതുവഴി ഹെവിയോ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് സൗണ്ട് കോആഗുലേഷൻ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻസ് വഴി ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ പോളിമേഴ്സൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ചെറിയ ആനിമൽസിനെയൊക്കെ കില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാസോണിക് വൈബ്രേഷൻസ് ക്യാൻ കിൽ ഫിഷ് ഇൻ വാട്ടർ, പ്രോട്ടോസോവ ആൻഡ് റെഡ് ബ്ലഡ് കോർപ്പസൽസ്. ഇവയൊക്കെ നശിപ്പിക്കാനായിട്ട് അൾട്രാസോണിക് വൈബ്രേഷൻ ഉപയോഗിക്കുന്നു. അതുപോലെ സ്റ്റെറിലൈസിങ് എഫക്റ്റും കാണാൻ സാധിക്കും. അത്ര എഫക്റ്റീവ് അല്ല, ചില ബാക്ടീരിയാസിനെ മാത്രമേ ഇവിടെ കൊല്ലാൻ സാധിക്കുള്ളൂ. അതുപോലെ ഓർഗനൽസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ ടഫായിട്ടുള്ള സെൽ വാള് ബ്രേക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാസോണോഗ്രഫിയിൽ കാര്യമായിട്ട് ഒരു റോള് അൾട്രാസൗണ്ടിനുണ്ട്. ഇക്കോ കാർഡിയോഗ്രഫിയിലും അതുപോലെ തന്നെ ഇമേജിംഗ് ഓഫ് ഹാർട്ട്, പിന്നെ ഡോപ്ലർ അൾട്രാസോണോഗ്രഫിയിൽ ഉപയോഗിക്കും. അതുപോലെ കളർ ഫ്ലോ ഡോപ്ലറിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കളർ ഫ്ലോ ഡോപ്ലർ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ദിസ് മെത്തേഡ് കാൽക്കുലേറ്റ്സ് മീൻ ബ്ലഡ് വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. മീൻ ബ്ലഡ് വെലോസിറ്റിയും അതുപോലെ ഏത് ദിശയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കളർ ഫ്ലോ ഡോപ്ലർ നമുക്ക് യൂസ് ചെയ്യാം. ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി അതുപോലെ തന്നെ ബ്രെയിൻ വെൻട്രിക്കിൾസിൻ്റെ ഔട്ട്ലൈനിങ് ഒക്കെ അറിയാൻ വേണ്ടി അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ലൊക്കേഷൻ ഓഫ് ഫോറിൻ ബോഡീസ് ആൻഡ് കാൽസിഫൈഡ് മാസസ് സച്ച് ആസ് ഗാൾ സ്റ്റോൺസ്, അതുപോലെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയുടെ തിക്നെസ്, ഇവയൊക്കെ അറിയാൻ അൾട്രാസൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പെൽവിക് മാസ്, ട്യൂമേഴ്സ്, പ്രഗ്നൻസി, ഓവുലേഷൻ, സൈറ്റ് ഓഫ് പ്ലാസൻറ്റ, അതിൻ്റെ സ്ട്രക്ചർ, ഈ കാര്യങ്ങളും നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ പറ്റും, അൾട്രാസൗണ്ടിൻ്റെ യൂസോടുകൂടി. തെറാപ്യൂട്ടിക് എഫക്റ്റും അൾട്രാസൗണ്ടിനുണ്ട്. ചില ഡിസീസുകളിൽ ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ആവശ്യമായി വരും. അപ്പോൾ ആ ഭാഗത്ത് ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കാനായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അൾട്രാസോണിക് വേവ്സിൻ്റെ ബീംസ് ഉപയോഗിക്കുന്നു. ആ ഒരു ഡെലിക്കേറ്റ് ഓർഗൻസിലെല്ലാം ഇത്തരത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അൾട്രാസോണിക് വേവ്സ് അപ്ലൈ ചെയ്യുന്നത് വഴി ഈ ഒരു കേടായിട്ടുള്ള പത്തോളജിക്കൽ ടിഷ്യൂ ഡിസ്ട്രോയിഡ് ആവുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നൈഫ്ലെസ് സർജറി എന്ന് പറയുന്നത്. ഈ ഒരു ടിഷ്യൂസിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ടിഷ്യൂ ഇൻ്റർഫേസസ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ടിഷ്യൂസ് അൾട്രാസോണിക് ട്രീറ്റ്മെൻറ്റിനോട് വിവിധ തരത്തിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റീസ്, കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള അൾട്രാസോണിക് ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് മാത്രം ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂസ് കാണാം. അതായത് ബോൺസ്, ഇൻറ്റസ്റ്റൈനൊക്കെ അത്തരത്തിലുള്ള ടിഷ്യൂസാണ്. പിന്നെ
പെയിൻഫുൾ സ്കാർസ് ഡിസോൾവ് ചെയ്ത് കളയാനായിട്ട് അൾട്രാസോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. അവയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രോസസ്സുകളെല്ലാം നോൺ ഇൻവാസീവ് പ്രൊസീജിയറുകളാണ്. അവ ക്വിക്ക് പ്രൊസീജിയേഴ്സാണ്. കാര്യമായിട്ടുള്ള റേഡിയേഷൻ ഹസാർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ക്ലിനിക്കൽ ഡാറ്റയോടുകൂടി ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് വഴി എക്സാക്റ്റ് ഡയഗ്നോസിസ് നമുക്ക് സാധ്യമായിരിക്കും. അൾട്രാസൗണ്ട് ഒരു ഇമേജിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നത് വഴി ഓർഗിൻ്റെ വിഷ്വലൈസേഷൻ മാത്രമല്ല സാധ്യമാവുന്നത്, ആ ഒരു ഓർഗിൻ്റെ ഷേപ്പ്, സൈസ്, ടെക്സ്ചർ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനറലൈസ്ഡ് ആയിട്ടും ലോക്കലൈസ്ഡ് ആയിട്ടും ഉള്ള ഫ്ലൂയിഡ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഫ്ലൂയിഡ്സ് കെട്ടിക്കിടക്കുന്നുണ്ടോ ബോഡിയിൽ, പത്തോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഫ്ലൂയിഡ്സ് എവിടെയെങ്കിലും ബോഡിയിൽ ലോക്കലായിട്ടോ അല്ലെങ്കിൽ ജനറലായിട്ടോ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു സിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒക്കെ ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഡേഞ്ചറസ് ആണോ, അല്ലെങ്കിൽ ഒരു സോളിഡായിട്ടുള്ള മാസാണോ, അതായത് ഒരു സിസ്റ്റ് ഫോമേഷനാണോ അവിടെ ഉള്ളത്, അതോ ഒരു മിഡിൽ കണ്ടീഷനാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവയൊക്കെയാണ് അൾട്രാസൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. നോൺ ഇൻവേസീവ് പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്നു. ക്വിക്ക് പ്രൊസീജിയറാണ്. റേഡിയേഷൻ ഹസാർഡ്സും ഇല്ല. കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റയുമായിട്ട് സംയോജിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ഡയഗ്നോസിസിന് നമുക്ക് ഉപയോഗിക്കാം. ഓർഗൻസിൻ്റെ ഷേപ്പ്, സൈസ്, ടെക്സ്ചർ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയെങ്കിലും ജനറലായിട്ട് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കളക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു സെൽ മാസ് സിസ്റ്റിക് ആണോ അല്ലെങ്കിൽ സോളിഡ് ആണോ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് കണ്ടീഷനിലാണോ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവയൊക്കെയാണ് അൾട്രാസൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഒരു ക്വിക്ക് സമ്മറി പോലെ പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ്. ഹ്യൂമൻ ഇയറിൻ്റെ ഓഡിബിലിറ്റി റേഞ്ച് കടന്ന് അതിന് മുകളിലേക്കുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ടായിരിക്കും ഇത്. ഈ ഒരു അൾട്രാസൗണ്ടിൻ്റെ സ്പീഡ് അതിൻ്റെ ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ടിഷ്യൂയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ മോളിക്യൂൾസ് എത്രത്തോളം അടുത്തിരിക്കുന്നു, ആ ഒരു മെറ്റീരിയലിനെയാണ് അൾട്രാസൗണ്ടിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡെൻസ് മെറ്റീരിയൽസിലൂടെ അൾട്രാസൗണ്ട് കൂടുതൽ വേഗത്തിൽ കടന്നു പോകുന്നു. സോഫ്റ്റ് ടിഷ്യൂസിൽ പതുക്കെ കടന്നു പോവുള്ളൂ. പക്ഷേ സോഫ്റ്റ് ടിഷ്യൂസിലൂടെയും അതുപോലെ തന്നെ ഫ്ലൂയിഡിലൂടെയും ഫ്രീലി ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സോളിഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെൻസ് സർഫസിനോ ഹിറ്റ് ചെയ്യുമ്പോൾ എക്കോസ് എമിറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റഡ് ആവുന്നു, എക്കോസായിട്ട് റിഫ്ലക്റ്റഡ് ആവുന്നു. അതുപോലെ തന്നെ ബോഡിയിലെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലേക്ക് ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡെൻസിറ്റിയിലാണ് ഇത്തരത്തിലുള്ള എക്കോസ് പ്രൊഡ്യൂസ് ആവുന്നത്. അതുവഴി ഓരോ സ്ട്രക്ചേഴ്സിനെയും തിരിച്ചറിയാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് അൾട്രാസൗണ്ടിനെയും ഇൻഫ്രാസൗണ്ടിനെയും ബയോളജിക്കൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയായിട്ടും ബന്ധപ്പെടുത്തി പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്.